മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ജന്മദിനമാണെന്ന്. മോഹൻലാലിൻ്റെ കുടുംബ വീട് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ്, പുന്നയ്ക്കൽ തറവാട്. ആ തറവാട്ടിലെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. മോഹൻലാൽ ജനിച്ച ഇലന്തൂരിലെ വീട് പുന്നയ്ക്കൽ തറവാട്. തറവാട്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഭിത്തിയിൽ കാണുന്ന ചിത്രം ഇതാണ്. ലാലേട്ടന്റെ അമ്മയുടെ മുത്തശ്ശനും മുത്തശ്ശിയും. ഈ മുറിയിൽ ലാലേട്ടൻ കുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയുമുണ്ട്. ലാലേട്ടന് ഏറെ പ്രിയപ്പെട്ടതാണ് പുന്നയ്ക്കൽ തറവാട്. സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം തറവാട്ടിലേക്ക് ഓടിയെത്താറുണ്ട്. ലാലേട്ടന്റെ അമ്മയുടെ അമ്മാവന്റെ മകൾ ശ്രീലേഖ പറയുന്നു, ജനിച്ചത് ഇവിടെ, വളർന്നതൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. അച്ഛന് സെക്രട്ടേറിയറ്റ് ജോലിയായിരുന്നു. അച്ഛനും അമ്മയും എല്ലാം വരുമ്പോഴെല്ലാം, വെക്കേഷനെല്ലാം വരുന്ന സമയത്തെല്ലാം ഇവിടെ വരുകയും ഞങ്ങളുമൊക്കെ ആയിട്ട് നല്ല സഹകരണവും സ്നേഹമൊക്കെ ആയിട്ട്. ലാൽച്ചാറിൻ്റെ അമ്മൂമ്മയുടെ വിവാഹം വരെ ഇവിടെ വെച്ചായിരുന്നു, കല്യാണം ഇവിടെ വെച്ചായിരുന്നു. അമ്മൂമ്മയുടെയും അമ്മയുടെയും എല്ലാവരുടെയും കല്യാണം ഇവിടെ വെച്ചായിരുന്നു. വളരെ പഴക്കമുള്ള പുരാതനമായിട്ടുള്ള ഒരു തറവാടാണ്. ഇവിടെ ലാലിച്ചേട്ടനും അതിൻ്റെ കൂടെ ഞങ്ങൾക്കും എല്ലാം ഇവിടെ ജനിക്കാൻ പറ്റിയ ഒരു സൗഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. പുന്നയ്ക്കൽ തറവാട്ടിലെ എല്ലാ വസ്തുക്കളും അതേപോലെ ഇപ്പോഴുമുണ്ട്. ലാലേട്ടനും അമ്മയും മുത്തശ്ശിയുമെല്ലാം ജനിച്ചു വളർന്ന വീട്. പഴയ കാലത്തെ തൊട്ടിൽ ഇപ്പോഴും ഇവിടെയുണ്ട്. ലാലിച്ചേട്ടനും ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും ലാലിച്ചേട്ടൻ്റെ അമ്മയും അമ്മൂമ്മയും എല്ലാവരും കിടന്ന തൊട്ടില്ല. അത് വളരെ പഴക്കമുള്ള. നാലുകെട്ടിന്റെ എല്ലാ മനോഹാരിതയും പുന്നയ്ക്കൽ തറവാടിനുണ്ട്. ഒരിക്കൽ ലാലേട്ടൻ തറവാട്ടിൽ വന്നപ്പോഴുള്ള അനുഭവം കുടുംബാംഗം രവീന്ദ്രനാഥ് പറയുന്നു. വന്ന സമയത്ത് ഇവിടെ എല്ലാം നടന്ന് ഓരോ മുറികളും കയറി ഇറങ്ങി അപ്പൂപ്പനും അമ്മമ്മയും കിടന്ന മുറികളും എല്ലാം പ്രത്യേകം കയറി കണ്ട് അവസാനം ഇവിടെ കസേര ഇരുന്ന് 2-3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു ഗൃഹാതുരത്ത്, അതായത് പുള്ളിയുടെ ചൈൽഡ്ഹുഡ്, അത് ജനിച്ച ആ സ്ഥലം കാണുക, അമ്മയുടെ തറവാടല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എല്ലാ വർഷവും സഹകരിക്കുമായിരുന്നു. എൻ്റെ വിവാഹത്തിന് ശേഷം അദ്ദേഹം വന്നിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇത്രയും ആക്റ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാ അവധിക്കാലങ്ങളിൽ ഇവിടെ വന്ന് ഇവരോടൊപ്പം കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു അഫിനിറ്റി ഉണ്ട്. പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം പഴയതുപോലെ ഇടപെടുന്നതിനും ഒക്കെ അല്ലെങ്കിൽ സഹകരിക്കുക ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതിപ്പം മനുഷ്യ സഹജമാണ്, അത് കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടിയും കാണുകയാണ്. ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഇപ്പോൾ അതിനനുസരിച്ച് വളർന്നു വന്നിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ. വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നു. കുടുംബവക കാവുമുണ്ട്. പൂജകളൊക്കെ ഇവിടെ മുടങ്ങാതെ നടത്തുന്നുണ്ട്. കാവും വളരെ പുരാതനമായിട്ടുള്ളൊരു കാവാണ്. ഇവിടെ സന്തതികളില്ലായിരുന്നു. അപ്പോൾ സന്തതികൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് കാവ് പ്രതിഷ്ഠിച്ചതാണ്. എല്ലാ ആയില്യ സമയത്തും അദ്ദേഹമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടും, അദ്ദേഹം നമ്മളുമായിട്ട് ബന്ധപ്പെടും. അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യം തന്നെ ഉള്ള അർച്ചന നടത്തുന്ന ലാലുവിൻ്റെ പേരിലുള്ള അർച്ചനയാണ്. കാരണം ഈ കുടുംബത്തിൻ്റെ ഒരു പേരും പ്രശസ്തിയും ഇപ്പം നിലനിർത്തുന്നത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യം തന്നെ വഴിപാട് തന്ത്രി മുഖേന ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യും. തൊഴുത്തൊക്കെ വളരെ പഴക്കമുള്ള തൊഴുത്താണ്. ഇവിടെ എൻ്റെയൊക്കെ ചെറുപ്പ സമയത്ത് തൊഴുത്ത് നിറയെ പശുക്കളും കിടാക്കളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെറുതെ ഇട്ടിരിക്കുന്നു. മോഹൻലാൽ ജനിച്ചു വളർന്ന പത്തനംതിട്ട ഇലന്തൂരിലെ പുന്നയ്ക്കൽ തറവാട് ഇപ്പോഴും ആ പഴമയുടെ ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.